നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പറയാനുണ്ട്. പോറ്റി പിടിയിലായപ്പോൾ കൂട്ടുപ്രതികളും പുറത്തേക്കോ? സ്വർണം ചെമ്പാക്കിയ രസതന്ത്രത്തിന്റെ ചുരുൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ അഴിയുമോ? ആരൊക്കെ അഴിക്കുള്ളിലാകും? അയ്യപ്പന്റെ പൊന്ന് സന്നിധാനത്ത് തിരിച്ചെത്തുമോ? അയ്യന്റെ പൊന്നും കളവിന്റെ പൊരുളും തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്ര അതികഠിനമോ? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ടോപ്പ് 10ലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കട്ടെടുത്തവരെ കണ്ടെത്തണം. ശബരിമല സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്നും ബംഗളൂരുവിലെ 5 അംഗ സംഘമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ SIT പരിശോധന. രേഖകളിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കിയ മുരാരി ബാബുവിനെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധം ആവർത്തിച്ച് ആചാര സംരക്ഷണ മഹാസംഗമത്തിൽ VD സതീശന്റെ വെല്ലുവിളി. UDF അധികാരത്തിലെത്തിയാൽ നാമജപ കേസുകൾ പിൻവലിക്കുമെന്നും വാഗ്ദാനം. തർക്കത്തിൽ കൈവച്ച് സഭ. KPCC പുനഃസംഘടനയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം മറനീക്കി പുറത്ത്. പന്തളത്തെ വിശ്വാസ സംരക്ഷണ സംഗമം ബഹിഷ്കരിച്ച K മുരളീധരനെ അനുനയിപ്പിച്ചു. മാധ്യമങ്ങളോട് ക്ഷുഭിതനായി VD സതീശൻ. എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചു കോൺഗ്രസിൽ എല്ലാവരും എന്താ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അബിൻ വർക്കിയെയും ചാണ്ടി ഉമ്മനെയും അവഗണിച്ചതിൽ എതിർപ്പറിയിച്ച് ഓർത്തഡോക്സ് സഭ. തുലാവർഷം തകർക്കും. സംസ്ഥാനത്ത് തുലാവർഷം ശക്തം. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിൽ കൃഷിനാശം. പെരിയാർ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പല ഭാഗത്തും ശക്തമായ മഴ. ഇന്ന് മധ്യ കേരളത്തിലും നാളെ വടക്കൻ ജില്ലകളിലും ഓറഞ്ച് അലർട്ട്. ജനപ്രതിനിധികളുടെ ജനദ്രോഹം. ബത്തേരി അർബൻ ബാങ്ക് നിയമന അഴിമതി കേസിൽ IC ബാലകൃഷ്ണൻ MLA പ്രതി. നിയമനങ്ങൾക്ക് പണം വാങ്ങിയെന്ന് കുറ്റം ചുമത്തി വിജിലൻസിന്റെ FIR. കേസ് രജിസ്റ്റർ ചെയ്തത് NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിൽ. MLA രാജിവെക്കണമെന്ന് CPM. കണ്ണൂർ കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട CPM നഗരസഭാ കൗൺസിലർ PP രാജേഷ് അറസ്റ്റിൽ. ലോക്കൽ കമ്മിറ്റി അംഗമായ രാജേഷിനെ പുറത്താക്കി CPM. ഇനി അയ്യന്റെ നടയിൽ ഒരാണ്ട്. ചാലക്കുടി ഏറന്നൂർ മനയിലെ ED പ്രസാദ് നമ്പൂതിരി ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് കൂട്ടിക്കട മുട്ടത്തുമടം മനു നമ്പൂതിരി മാളികപ്പുറം മേൽശാന്തി. തുലാമാസ പൂജ തൊഴാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശന ദിവസമായ 22-ന് ഭക്തർക്ക് നിയന്ത്രണം. ഒരു ചെന്താമരയും ഇനി മുളയ്ക്കരുത്. നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്ക് ആജീവനാന്തം ജയിൽ ശിക്ഷ. 3 വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും 3.25 ലക്ഷം പിഴയും വിധിച്ചു പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് നിരീക്ഷണം. സജിതയുടെ മക്കളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് കോടതി. സീറ്റ് നോക്കി പൊട്ടിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മഹാസഖ്യത്തിൽ പൊട്ടിത്തെറി. മഹാസഖ്യം ഉപേക്ഷിച്ച് JMM. തീരുമാനം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ RJD മത്സരിക്കും. പിടിക്കാൻ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ പെർത്തിൽ തുടക്കം. 3 മത്സരങ്ങൾ. രഞ്ജി ട്രോഫിയിൽ കേരള മഹാരാഷ്ട്ര മത്സരം സമനിലയിൽ. പൃഥ്വി ഷാ, സിദ്ധേഷ് വീർ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. പാകിസ്ഥാന്റെ പണി പാളി. പാക് അഫ്ഗാൻ അതിർത്തിയിലെ ഉർഗുനിൽ പാക് വ്യോമാക്രമണം. 3 അഫ്ഗാൻ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ 8 പേർ കൊല്ലപ്പെട്ടു. കാടത്തമെന്ന അഫ്ഗാൻ.
ത്രിരാഷ്ട്ര T20 പരമ്പരയിൽ നിന്നും പിന്മാറി അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. മുഴുവൻ അഫ്ഗാൻ അഭയാർത്ഥികളെയും നാടുകടത്തുമെന്ന് പാകിസ്ഥാൻ. ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി. പാകിസ്ഥാന്റെ ഓരോ ഇഞ്ചും ബ്രഹ്മോസ് മിസൈലിന്റെ പരിധിയിലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. സ്റ്റോറി ഓഫ് ദ ഡേ, സെറാമിക് ചന്തങ്ങളുടെ ഒരിടം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ടോപ് 10 ആദ്യം പോകുന്നത്. സ്വർണ്ണപ്പാളി കൊള്ളയിൽ അന്വേഷണം ശക്തമാക്കിയ SIT. എല്ലാം മറനീക്കി പുറത്തു വരണം. ഉന്നതരും കുടുക്കിയവരും ഒക്കെ നിയമത്തിന് മുൻപിൽ വരും. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയത് നിർണായക മൊഴിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നതും ഉറപ്പാണ്. സ്വർണം കൊള്ളയടിച്ചവരും പങ്കുപറ്റിയവരും എല്ലാം വെളിച്ചത്ത് വരണം. കാരേറ്റുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തറവാട്ട് വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധന നടത്തി. സ്വർണ്ണക്കടത്തിന് പിന്നിൽ ബംഗളൂരുവിലെ 5 അംഗ സംഘമെന്നും കൽപേഷ് ഈ സംഘത്തിലെ അംഗമെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനും രക്ഷയില്ല. പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയുടെ കാരാട്ടുള്ള തറവാട്ടു വീട്ടിൽ പരിശോധന നടത്തിയത്. ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, മറ്റു രേഖകൾ തുടങ്ങിയവ അന്വേഷണ സംഘം പരിശോധിച്ചു. പോറ്റിയുടെ മൊഴിയെ ശരിവയ്ക്കുന്ന തെളിവുകൾ ശേഖരിക്കുകയാണ് നിലവിൽ അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള 14 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് SITയുടെ ശ്രമം. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ബാംഗ്ലൂരിലെ 5 അംഗ സംഘമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ മറ്റുള്ളവരാണ് ലാഭമുണ്ടാക്കിയതെന്നും തനിക്ക് വലിയ നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകി. ദേവസ്വം വിജിലൻസിന് ആദ്യം തെറ്റായ മൊഴി നൽകിയത് ബാംഗ്ലൂരിലെ ഗൂഢസംഘം നൽകിയ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും കൽപേഷ് ഈ സംഘത്തിലെ ആളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുവെന്നാണ് വിവരം. ബാംഗ്ലൂർ സംഘത്തിന് പിന്നിൽ വലിയ ആളുകളുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചാണ് ഗൂഢാലോചനയെങ്കിലും കേരളത്തിൽ നിന്നുള്ള വളരെ സുപ്രധാനമായ വ്യക്തികളുടെ പേരും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. കേസിലെ 2ാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുക്കും. കേസിലെ മറ്റു പ്രതികൾക്കും ചോദ്യം ചെയ്യലിന് നോട്ടീസുകൾ നൽകി തുടങ്ങി. വരും ദിവസങ്ങളിൽ പോറ്റിയെ ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഇതിനൊപ്പം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രക്ഷോഭം ശക്തമാക്കി UDF. KPCCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ 4 മേഖലകളിൽ നിന്നും ആരംഭിച്ച വിശ്വാസ സംരക്ഷണ യാത്ര പന്തളത്ത് ഇന്ന് സമാപിച്ചു. ആരാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചത് വിറ്റതെന്ന് മുഖ്യമന്ത്രിക്കറിയാം. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സർക്കാരാണെന്നും ഭക്തർക്കെതിരെയുള്ള കേസുകൾ UDF അധികാരത്തിൽ വന്നാൽ പിൻവലിക്കുമെന്നുമാണ് സംഗമത്തിൽ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. KPCCയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശ്വാസ സംരക്ഷണ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VD സതീശൻ. സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. അവസാന നിമിഷമാണ് K മുരളീധരൻ എത്തിയത് എന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു. UDFനെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ മാനമാണ് സംഗമത്തിന് ഉണ്ടായിരുന്നത്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങളുടെ വാക്കാണ്. UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. ആ കേസുകൾ പിൻവലിക്കും. ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി പ്രവർത്തിക്കുന്നു. സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസവും BJPയുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ വമ്പൻ സ്രാവുകളെ സംരക്ഷിച്ച് പരൽ മീനുകളെ പിടികൂടുന്നുവെന്ന് BJP നേതാവ് K സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് വൈകിപ്പിച്ചത് വമ്പൻ സ്രാവുകളിലേക്കുള്ള തെളിവുകൾ നശിപ്പിക്കാനാണ്. പത്മകുമാറിനും വാസുവിനും സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും അതിൽ മുകളിലുള്ളവർക്കും പങ്കുണ്ടാകും. അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നും K സുരേന്ദ്രൻ ഇന്ന് തൃശൂരിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസന്വേഷണം വമ്പൻ സ്രാവുകളെ രക്ഷിക്കാനും ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെയും പരൽ മീനുകളെയും പ്രതിയാക്കി കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്.
സ്വർണ്ണപ്പാളി വിഷയം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം സമഗ്രമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പിണറായി സർക്കാർ ശബരിമലയെ തകർക്കാനുള്ള ശ്രമം തുടരുകയാണെന്നാണ് BJPയുടെ ആരോപണം. സ്വർണ്ണപ്പാളി വിഷയത്തിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് ആവർത്തിക്കുകയാണ് BJP നേതാവ് V മുരളീധരൻ. സംഭവത്തിൽ ദേവസ്വം ബോർഡിനും രാഷ്ട്രീയ നേതൃത്വത്തിനുമുള്ള പങ്ക് പുറത്താകാതിരിക്കാനാണ് പ്രസിഡന്റിനെയോ മറ്റു ഉദ്യോഗസ്ഥരെയും SIT ഇതുവരെ ചോദ്യം ചെയ്യാത്തത്. മുഖ്യമന്ത്രി അറിയാതെ ഒരു വകുപ്പിലും യാതൊന്നും നടക്കില്ല എന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിലേറിയ ഉടൻ തന്നെ ആരംഭിച്ച ശബരിമലയെ തകർക്കാനുള്ള ശ്രമം, ആ ശ്രമം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം, അങ്ങനെ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. LDF സർക്കാരിന് കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും UDF സമരം ചെയ്തു. അവരുടെ ലക്ഷ്യം രാഷ്ട്രീയ അട്ടിമറിയാണ്. പോറ്റിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഗൂഢാലോചന. ഒരു തരി പൊന്നെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരുന്നു. ഇതിനെതിരെ LDF നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പിന്നെ എന്തിനാണ് ഈ സമരവുമായി മുന്നോട്ട് പോയത്? അപ്പൊ അവർക്ക് ലക്ഷ്യം യഥാർത്ഥത്തിൽ കള്ളനെ പിടിക്കലല്ല, അവർക്ക് ലക്ഷ്യം രാഷ്ട്രീയമായ അട്ടിമറിയാണ്. അവർക്ക് രാഷ്ട്രീയമായ ദുരുദ്ദേശമാണ്. അവർക്ക് എങ്ങനെ ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അകളങ്കപ്പെടുത്താം എന്ന രൂപത്തിലാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ കേരളത്തിൽ ഒരു കള്ളനെയും രക്ഷിച്ച പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലില്ല. എല്ലാ കള്ളന്മാരെയും കയ്യാമത്ത് കൽത്തുറ ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യം ഒരു പ്രമേയം കൊണ്ടുവന്നു, പോലീസായിരുന്നു വിഷയം. ഒരു യൂത്ത് കോൺഗ്രസുകാരനെ തല്ലി. അതുമായി ബന്ധപ്പെട്ട് 2 MLA-മാരുടെ നിരാഹാരം പ്രഖ്യാപിച്ചു. രായ്മാനോ MLA എഴുന്നേറ്റ് പോയി. ആഗോള അയ്യപ്പ സംഗമത്തോടെ കുടുങ്ങിയത് NSS ആണ്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നേതൃത്വത്തിനെതിരെ പ്രതിഷേധങ്ങൾക്ക് അയവില്ല. NSS മോചന കർമ്മസമിതി NSS ആസ്ഥാനത്തേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ചും നടത്തി. മാർച്ച് തടയാൻ ശ്രമങ്ങളുമായി ഔദ്യോഗിക വിഭാഗത്തെ പിന്തുണയ്ക്കുന്നവരും ഇതിനോടകം രംഗത്തെത്തി. വിമോചന സമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആലുവയിൽ നിന്നുള്ള NSS കരയോഗം ഭാരവാഹികൾ നേതൃത്വം നൽകുന്ന NSS മോചന കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സമുദായാചാര്യൻ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ഛായാചിത്രങ്ങളുമായി ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും മന്നം സമാധിയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് NSS നേതൃത്വത്തെ അനുകൂലിക്കുന്നവരിൽ ഏതാനും പേർ ചേർന്ന് തടയാൻ ശ്രമിച്ചത് വാക്കുതർക്കത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു. തുടർന്ന് മുന്നോട്ട് പോയ പ്രതിഷേധ മാർച്ച് NSS കോളേജിന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ പ്രവർത്തകർ മന്നത്ത് പത്മനാഭന്റെയും ചട്ടമ്പി സ്വാമികളുടെയും ചിത്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്ന, ഈ പ്രസ്ഥാനത്തെ മുച്ചൂടും നശിപ്പിക്കുന്ന, സമുദായത്തെ ജീർണാവസ്ഥയിലേക്ക് എത്തിച്ച ഈ ഭരണം നടത്തുന്ന ഭരണാധികാരികൾ, NSSന്റെ ഡയറക്ടർ ബോർഡ് ഒന്നടക്കം അടിയന്തരമായി രാജിവെച്ച് പോകണമെന്ന് തന്നെയാണ് കേരളത്തിലെമ്പാടുമുള്ള നായർ സമുദായ അംഗങ്ങളുടെ താല്പര്യം. മുൻകൂർ അനുമതി ഇല്ലാതെയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പിന്നീട് ഇവരെ വിട്ടയച്ചു. നായർ സമുദായത്തിന്റെ വികാരം മാനിക്കാത്ത NSS ജനറൽ സെക്രട്ടറിയുടെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളുടെയും രാജി ആവശ്യപ്പെട്ട് സമരപരിപാടികൾ തുടരുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ അറിയിച്ചു. അമൃത ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്തിനി പെരുമഴക്കാലമാണ്. ജാഗ്രത വേണം. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവമൊക്കെ നമുക്ക് മുൻപിലുണ്ട്. മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ഈ ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.
വടക്കൻ കേരളത്തിൽ മലയോര മേഖലയിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വരുന്ന 5 ദിവസങ്ങളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പാണ് പുറത്തുവിട്ടത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതേസമയം മഞ്ഞ അലർട്ടുള്ള എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും മഴ തുടരുന്നുണ്ട്. 19-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 19-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 20-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 21-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും 22-ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ടാണ്. മഴ കൂടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെ ശ്രദ്ധിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചത്. മലയോര മേഖലകളിലേക്കുള്ള വിനോദയാത്രകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശമുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. മലപ്പുറത്ത് മലയോര മേഖലകളിൽ കനത്ത മഴ. വഴിക്കടവ്, മണിമൂളി മേഖലയിലാണ് ശക്തമായ മഴ. കലക്കൻ പുഴ നിറഞ്ഞൊഴുകുന്നു. സമീപത്തെ കൃഷിയിടങ്ങൾ വെള്ളത്തിൽ മുങ്ങി. വഴിക്കടവ്, പൂവത്തി, പൊയിൽ, പൂളിയംകോടൻ, കരീമിന്റെ കോഴി ഫാമിൽ വെള്ളം കയറി 1000-ലേറെ കോഴികൾ ചത്തു. അപ്രതീക്ഷിതമായി മഴയെത്തിയതോടെ ഇടുക്കിയിലെ കർഷകരുടെ പ്രതീക്ഷകളും തല്ലിത്തകർന്നു. ആറുകളും തോടുകളും കരകവിഞ്ഞ് കൃഷിയിടങ്ങളിലൂടെ ഒഴുകി. ഉരുൾപൊട്ടലിലും ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. ആശങ്കയിലാണ് കർഷകർ. ഇത് കട്ടപ്പന സ്വദേശി എഴുത്തുപുരയിൽ ജോർജ് കുട്ടി. സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ മികച്ച കർഷകനുള്ള അവാർഡുകൾ പലതവണ ലഭിച്ചു. വീടിന് ചുറ്റുമുള്ള സ്ഥലത്ത് ഏലമാണ് പ്രധാന കൃഷി. 2 വർഷം പ്രായമായ ചെടികൾ വിളവെടുപ്പിന് പാകമായി വരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി പെരുമഴയെത്തിയത്. തോട് കരകവിഞ്ഞു. ഏലച്ചെടികൾ തകർത്ത് വെള്ളമൊഴുകി. കഴിഞ്ഞ 2-ാം വർഷം ചെടിയായിരുന്നു. അത് ഒരു 10-50 ചെടിയോളം ഒഴുകിപ്പോയി. മണ്ണ് ഒഴുകിപ്പോയി. പിന്നെ ഇവിടെ തോടിന് ആഴ്ചയില്ല. കെട്ട് പൊക്കം കുറഞ്ഞ കെട്ടായിരുന്നു. അതുകൊണ്ട് കവിഞ്ഞ വെള്ളം കയറിയത്. ജോർജ് കുട്ടിയെ പോലെ നിരവധി കർഷകരുടെ പ്രതീക്ഷകളാണ് പെരുമഴ കവർന്നത്. കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി നശിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. പ്രകൃതിക്ഷോഭത്തിൽ കൃഷി നഷ്ടമായവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ഇടുക്കി. മഴ ശക്തമാകുന്നതോടെ മുല്ലപ്പെരിയാർ നമ്മുടെ മനസ്സിൽ എന്നും ആശങ്കയാണ്. ജലനിരപ്പ് 137 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകൾ തുറന്നു. സെക്കൻഡിൽ 1400 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുന്നു. ഇടുക്കിയിൽ ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടങ്ങളും ഉണ്ടായി. കഴിഞ്ഞ രാത്രി ഇടുക്കിയിൽ അതിതീവ്ര മഴയാണുണ്ടായത്. കട്ടപ്പന അമ്പലക്കവലയിൽ ഉരുൾപൊട്ടി ഏക്കർ കണക്കിന് കൃഷിഭൂമി ഒലിച്ചുപോയി. കട്ടപ്പനയാർ കരകവിഞ്ഞ് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടിൻ്റെ സിറ്റൗട്ടിൽ വെള്ളം കയറി നിൽക്കുന്നു. പുറത്ത് മുറ്റം മൊത്തം ടൈലിൽ മൊത്തം ഒരു അരയടി കനത്തിൽ ചെളി വന്ന് അണിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എൻ്റെ വീടിൻ്റെ സൈഡിലുള്ള ഒരു മതിൽ അതിടിച്ച് ആണ് വെള്ളം അകത്തേക്ക് കയറിയത്. കുമിളിയിൽ വീടിനുള്ളിൽ കുടുങ്ങിയ 5 പേരെ രക്ഷപ്പെടുത്തി. 42 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. നെടുങ്കണ്ടത്ത് ട്രാവലർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. ജലനിരപ്പ് 138 അടിക്ക് മുകളിലായതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ 13 ഷട്ടറുകളും ഉയർത്തി. സെക്കൻഡിൽ 1400 ഘനയടി വെള്ളം പെരിയാറ്റിലേക്ക് ഒഴുക്കുകയാണ്. പെരിയാർ തീരത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അമൃത ന്യൂസ്, ഇടുക്കി. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും കൂടുതൽ ജലം ഒഴുക്കിവിടേണ്ടി വന്നാൽ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. 1977 ശേഷം ഇത്രയും വേഗം ജലനിരപ്പ് ഉയർന്ന മറ്റൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ രേഖപ്പെടുത്തി. 1977 ശേഷം ഇത്രയും ജലനിരപ്പ് ഒരു സമയത്ത് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഏകദേശം 132 അടിയായിരുന്ന സ്ഥലത്ത് നിന്ന് 138 പോയിന്റ് സംതിങ് 7 അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവമായൊരു സാഹചര്യമാണ്.
KPCC ഭാരവാഹി പട്ടികയിലെ കലഹം അവസാനിക്കാതെ കോൺഗ്രസ് നേതൃത്വം പടലപ്പിണക്കത്തിലാണ് നേതാക്കൾ. വിശ്വാസ സംഗമത്തിൽ നിന്നും വിട്ടുനിന്ന കെ മുരളീധരനെ അവസാന നിമിഷം നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചു. ഭിന്നതകൾ പരസ്യമാക്കുന്നതിൽ കടുത്ത അമർഷത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ മാധ്യമങ്ങളോട് ഇന്ന് തട്ടിക്കയറുകയും ചെയ്തു. പന്തളത്തെ സംഗമത്തിൽ പങ്കെടുത്തപ്പോഴും മുൻനിരയിൽ നിന്നും പിന്നിലേക്ക് മാറി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ കഴിഞ്ഞത്. KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള തർക്കം അനുദിനം രൂക്ഷമാകുകയാണ്. വിയോജിപ്പിനെ തുടർന്ന് UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്ന കെ മുരളീധരനെ നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിക്കുകയായിരുന്നു. 4 മേഖലാ ജാഥകളിൽ കാസർഗോഡ് നിന്ന് നയിക്കുന്ന ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ. ജാഥ ക്യാപ്റ്റനായിരിക്കെ സമാപനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് നേതൃത്വത്തെ കടുത്ത പ്രതിരോധത്തിലാക്കി. താൻ മുന്നോട്ട് വെച്ച 2 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലെ വിയോജിപ്പായിരുന്നു മുരളീധരൻ പ്രകടിപ്പിച്ചത്. മരിയാപുരം ശ്രീകുമാറിനെയും KM ഹാരിസിനെയുമായിരുന്നു മുരളീധരൻ നിർദ്ദേശിച്ചത്. ഒടുവിൽ KPCC പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. മരിയാപുരം ശ്രീകുമാറിനെ KPCC നിർവാഹക സമിതിയിലും ഹാരിസിനെ KPCC സെക്രട്ടറി പദത്തിലും ഉൾപ്പെടുത്താമെന്ന് ഉറപ്പു നൽകി. എന്നാൽ മുരളീധരന്റെയും ചാണ്ടിയുമ്മന്റേതുമടക്കം പല വിയോജിപ്പുകളും മറനീക്കി പുറത്തുവന്നതിൽ കടുത്ത അമർഷത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനാകുകയും ചെയ്തു. വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. തുടർന്ന് സംഗമത്തിലെത്തിയപ്പോഴും ജാഥയുടെ മുന്നിൽ നിൽക്കാതെ പിന്നിലോട്ട് പോകുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പല കാര്യങ്ങളിലുമുള്ള അതൃപ്തി പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു ജാഥയിലുടനീളം പങ്കെടുത്തത്. ഒടുവിൽ തൃശൂരിൽ നിന്ന് പുറപ്പെട്ട കെ മുരളീധരൻ ഏറെ വൈകിയും സംഗമവേദിയിൽ എത്താത്തതിലും VD സതീശന് നീരസമുണ്ടായിരുന്നു. പരിപാടി സമാപിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വേദിയിൽ നിന്ന് പോകുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രീയ കേരളം ഏറെ ശ്രദ്ധിച്ച പ്രതികരണമായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന ദിവസം അതിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ പോയത് ഗുരുവായൂർ സന്ദർശനത്തിനെന്ന VD സതീശൻ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ എന്തിനെന്ന് ചോദിച്ച VD സതീശൻ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾക്ക് മറുപടി പറഞ്ഞതുമില്ല. ചോദ്യങ്ങളോട് ശോഭിച്ച അദ്ദേഹം ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ പ്രതികരിക്കാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. അതൊന്നുമല്ല, അദ്ദേഹം ഗുരുവായൂർ 1-ാം തീയതിയായിട്ട് സന്ദർശനത്തിന് പോയതാ. ഇന്നിപ്പോ രാവിലെ ജാഥയൊന്നും ഇല്ല. പിന്നെ അദ്ദേഹം ഗുരുവായൂർ എല്ലാ 1-ാം തീയതിയും പോകുന്ന ആളാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഇതൊക്കെയല്ലേ വേറെ വാർത്തയെന്ന് എന്തെല്ലാം കാര്യങ്ങൾ രാജ്യത്ത് എന്തെന്ന് നിങ്ങൾക്ക് വേറെ യാതൊരു ജോലിയില്ല. രാവിലെ ഇത്രയും ചോദ്യങ്ങളായിട്ട് എന്നെ കാണാൻ വരണ്ട. അതൊന്നും ഈ ചോദ്യം ഒന്നും എന്നോട് ചോദിക്കണ്ട. നിങ്ങൾ വെറുതെ രാവിലെ കോൺഗ്രസിന്റെ മൈക്രോസ്കോപ്പിക് ലെൻസ് വെച്ചോണ്ട് കോൺഗ്രസിൽ എല്ലാവരും എന്താ വലിയ ഇതൊക്കെ ഉണ്ടാകുന്നു. അതൊന്നും അല്ല. അതൊന്നും എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണ്ട. ഞാൻ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല. വെറുതെ ഇല്ലാത്ത വിഷയം ഊതിപ്പെരിപ്പിച്ച് കോൺഗ്രസിൽ വലിയ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ഭാഗമാണ്. അത് വേണ്ട, എൻ്റെ അടുത്ത് വേണ്ട. KPCC പുനഃസംഘടനയിൽ പ്രതികരണവുമായി ചാണ്ടിയുമ്മൻ MLA. താനും ഒരു മനുഷ്യനാണെന്നും ചില സാഹചര്യങ്ങളിൽ വിഷമം വരുന്നത് സ്വാഭാവികമാണെന്നും ചാണ്ടി പറഞ്ഞു. പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ സംസാരിക്കും. തനിക്ക് തരാനുള്ളതെല്ലാം പാർട്ടി തന്നുവെന്നും തന്നെ MLA ആക്കിയത് ഈ പാർട്ടിയാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. KPCC പുനഃസംഘടനയിൽ പാർട്ടിക്ക് മാത്രമല്ല എതിർപ്പ്. നീരസം തുറന്ന് പ്രകടിപ്പിച്ച ഓർത്തഡോക്സ് സഭ. അബിൻ വർക്കിയും ചാണ്ടിയുമ്മനും തങ്ങളുടെ യുവതയാണെന്ന് കുന്നംകുളം രൂപതാധ്യക്ഷൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത പറഞ്ഞു. ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണ് ഓർത്തഡോക്സ് സഭ എന്ന ചിന്ത ആർക്കും വേണ്ടെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെ തഴയാമെന്നൊരു ചിന്ത കണ്ടുവരുന്നുണ്ടെന്നും മെത്രോപൊലിത്ത പറഞ്ഞു. സഭാംഗങ്ങളോട് അവരെ ഏത് സ്ഥാനത്തായിരുന്നാലും അവരെയൊക്കെ തഴയാൻ അങ്ങനെ ഒരു ചിന്തയും മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരംഭിച്ചിരിക്കും. അബിൻ വർക്കിയും ചാണ്ടിയുമ്മനും ഒക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം കൽപ്പിച്ച് കളിക്കാറില്ല.
കോഴയിൽ കുടുങ്ങിയ MLA സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെതിരെ കേസെടുത്ത വിജിലൻസ്. കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ MLAക്ക് പങ്കുണ്ടെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിനെ നിയമപരമായി നേരിടുമെന്നാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞത്. NM വിജയന്റെ ആത്മഹത്യക്ക് ഇടയാക്കിയ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിയമനക്കോഴയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് നേരത്തെ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്നാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. NM വിജയന്റെയും മകന്റെയും മരണത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണൻ, വയനാട് മുൻ DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് പ്രതി ചേർത്തിരുന്നു. അതേസമയം CPM തന്നെ ഭയക്കുന്നുവെന്നും കേസിനെ നിയമപരമായി നേരിടുമെന്നും IC ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ഇതൊക്കെ നിൽക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങിയ അഭ്യാസം എന്തിനാണ് CPM എന്നെ പേടിക്കുന്നു? എന്നെ ഭയപ്പെടേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാ സമയത്തും കോലം കത്തിക്കൽ, പ്രതിഷേധ പ്രകടനം നടത്തൽ, ഓഫീസ് മാർച്ച്, വേണ്ടാത്ത ആരോപണങ്ങൾ ഉന്നയിക്കൽ, ഇതൊരു നല്ല നിലപാടായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ അന്നും ഇന്നും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഏതൊരു അന്വേഷണത്തിനും എവിടെയും ഇരുന്നു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ 4 നേതാക്കളുടെ പേരാണ് പറഞ്ഞിരുന്നത്. ഇതിൽ ഒരാൾ മരണപ്പെട്ടു. ബാക്കി 3 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. NM വിജയനും മുൻ DCC പ്രസിഡന്റ് ND അപ്പച്ചനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് ഈ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കും. അമൃത ന്യൂസ്, വയനാട്. ഒരു CPM കൗൺസിലറിന്റെ അതിക്രമ വാർത്തയിലേക്കാണ് ഇനി. അടുക്കള വാതിൽ തുറന്ന് വീട്ടിൽ കയറി പിൻവശത്ത് നിന്ന വയോധികയുടെ 1 പവന്റെ മാല പൊട്ടിച്ച് രക്ഷപ്പെട്ട നഗരസഭാ കൗൺസിലറെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡായ നൂഞ്ഞുംപാലയിലെ CPMന്റെ കൗൺസിലർ മൂരിയാട് സ്വദേശി PP രാജേഷിനെയാണ് കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 കൂത്തുപറമ്പ് കണിയാർകുന്നിലെ കുന്നുമ്മൽ ഹൗസിൽ നാണുവിന്റെ ഭാര്യ P ജാനകിയുടെ 1 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിച്ചെടുത്ത് സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. കൂത്തുപറമ്പ് സഹകരണ ആശുപത്രി സെക്യൂരിറ്റി ജീവനക്കാരൻ കൂടിയാണ് രാജേഷ്. പോലീസ് CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാജേഷ് കുടുങ്ങിയത്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ CPM PP രാജേഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. കൂത്തുപറമ്പ് ഈസ്റ്റ് LC അംഗമായിരുന്നു PP രാജേഷ്. ശബരിമലയിൽ ഇനി പുതിയ മേൽശാന്തിമാർ. ചാലക്കുടി സ്വദേശി ED പ്രസാദ് ശബരിമല മേൽശാന്തി. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരി നറുക്കെടുപ്പിലൂടെ മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ശബരിമല മേൽശാന്തിയായി 14 പേരുടെയും മാളികപ്പുറം മേൽശാന്തിയായി 13 പേരുകളുടെ പേരുകളായിരുന്നു ഇന്ന് നറുക്കിട്ടത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ശബരിമല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അമൃത ന്യൂസിനോട് പറഞ്ഞു. കർശന നിയന്ത്രണത്തിലും സുരക്ഷയിലുമായിരിക്കും ഇനി ശബരിമല. രാവിലെ ശ്രീകോവിലിന് മുന്നിൽ നടന്ന നറുക്കെടുപ്പിൽ 8ാമതായി എടുത്ത പ്രസാദിന്റെ പേരിനൊപ്പമാണ് മേൽശാന്തി എന്ന നറുക്ക് എടുത്തത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള ഇളമുറക്കാരൻ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തി നറുക്ക് എടുത്തത്. 14 പേരുടെ പേരുകളാണ് ശബരിമല മേൽശാന്തിമാരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. 7ാമതായി എടുത്ത മനു നമ്പൂതിരിയുടെ പേരിനൊപ്പമാണ് മാളികപ്പുറം മേൽശാന്തി നറുക്ക് വീണത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുമുള്ള മൈഥിലി K വർമ്മയാണ് മാളികപ്പുറം മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. 13 പേരുടെ ലിസ്റ്റിൽ നിന്നുമാണ് മാളികപ്പുറം മേൽശാന്തിയുടെ പേര് നറുക്കു വീണത്. പേരുകളടങ്ങിയ വെള്ളിക്കുടങ്ങൾ 2 ശ്രീകോവിലുകളിലും പൂജിച്ച ശേഷമാണ് നറുക്കെടുപ്പ് നടന്നത്. വരുന്ന വൃശ്ചിക പുലരി മുതൽ 1 വർഷക്കാലം ഇവർ 2 പേരുമാകും ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരായി ക്ഷേത്രത്തിൽ ഉണ്ടാവുക. അതേസമയം 22-ാം തീയതി ദർശനത്തിനായി എത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ ശബരിമലയിൽ പുരോഗമിക്കുകയാണ്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് നിലയ്ക്കലിലും പമ്പയിലും ശബരിമലയിലുമായി ഒരുക്കിയിരിക്കുന്നത്. ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അസൌകര്യം ഉണ്ടാകാത്ത വിധമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്നും രാഷ്ട്രപതി മടങ്ങിയതിനു ശേഷം അയ്യപ്പ ഭക്തർക്ക് ദർശന സൌകര്യം ഒരുക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇനി 22-ാം തീയതിയോടുകൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശബരിമലയിലേക്ക് വരികയാണ്. അതിന്റെ എല്ലാവിധമായ സുരക്ഷാ ക്രമീകരണങ്ങളും പാലിച്ചുകൊണ്ട്, എല്ലാ ആചാരക്രമങ്ങളും പാലിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഈ ദർശനം പൂർത്തിയാക്കി മടങ്ങും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്ത്യൻ ദർശനം ഇവിടെ 1 മണിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തുലാമാസ പുലരിയിലും അയ്യപ്പ ഭക്തരുടെ വലിയ തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ,
അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല മേൽശാന്തി നിയോഗത്തിൽ സന്തോഷമെന്ന വാസപുരം ഏറന്നൂർ മനയിലെ പ്രസാദ് നമ്പൂതിരി. വിവാദങ്ങൾക്കൊന്നും ശബരിമലയുടെ ശോഭ കെടുത്താനാകില്ല. ശബരിമലയിലേക്ക് ഇനിയും ഭക്തജന പ്രവാഹം ഉണ്ടാകുമെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി വലിയ സന്തോഷമായിരിക്കും, പക്ഷെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ? ഇല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇതിനു മുൻപ് ഇത്തരത്തിൽ ലിസ്റ്റ് വന്നിരുന്നു? 3 തവണ വന്നിരുന്നു. ആദ്യത്തെ തവണ നറുക്കെടുത്തില്ല, രണ്ടാമത്തെ തവണ നറുക്കെടുത്തു, മേൽശാന്തി ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ തവണയിലാണ് മേൽശാന്തിയും പേരും കൂടി വന്നത്. 3-ാമത്തെ തവണയാണ്. വളരെ സന്തോഷം തോന്നി. അയ്യപ്പൻ്റെ നിയോഗം ഇപ്പോഴാണ്. നിലവിൽ ആറേശ്വരം ക്ഷേത്രത്തിലെ തന്ത്രി കൂടിയാണല്ലേ? തന്ത്രി കൂടിയാണ്. ആറേശ്വരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു ഇതറിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിപ്പോൾ ഇവിടെ ക്യാമറ നോക്കി അറിയാം, വളരെയധികം ആൾക്കാരുണ്ട്. നോർമലായിട്ട് ശനിയാഴ്ച അത്യാവശ്യം സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും അറിഞ്ഞപ്പോൾ തൊട്ട് അഭിനന്ദനങ്ങളും. ഫോണ് എനിക്ക് എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല, വളരെ കുറച്ച് ഫോണേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ശരിക്കും എപ്പോഴാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു പൂജ ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? ഞാൻ ഈ അമ്പലത്തിൽ ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂജയ്ക്ക് വന്നിട്ടുള്ള ആളാണ്. പിന്നെ 18 വയസ്സിൽ അങ്ങനെയൊന്നും പൂജയൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ വന്നു. പിന്നെ 20-ാമത്തെ വയസ്സിൽ ദേവസ്വം ബോർഡിൽ കിട്ടി. പിന്നെ ഇതിനോട് അറ്റാച്ച്ഡായി. ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങിന് ഡിപ്ലോമയ്ക്ക് പോയി. അത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു അല്ലേ? ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ പരീക്ഷയൊന്നും എഴുതിയില്ല. എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പണ്ട് മുതലേ പൂജാകർമ്മങ്ങളോടായിരുന്നു? പൂജയ്ക്ക് പോകാറുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. എങ്കിലും പിന്നീട് അതൊരു പാഷനായിട്ട് വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. നിയോഗം ഇതാണ്, പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ഒരു സന്തോഷം തന്നെയാണ് അത് എത്രത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത അത്രത്തോളം സന്തോഷം? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പിയാണ്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ സന്തോഷമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ കാണാം. ഓരോരോ ആളുകളായി അദ്ദേഹത്തെ കാണാൻ എത്തുകയാണ്. ശബരിമല പുതിയ മേൽശാന്തിയെ കാണാനായി വലിയ ജനപ്രവാഹം തന്നെയാണ് ഈ ഒരു ആറേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാൻ കൽപ്പിച്ചു തന്ന ഒരു ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്താണെന്ന് അന്വേഷിച്ച് അത് അത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആഗ്രഹിച്ചത് ഈശ്വരാനുഗ്രഹത്താൽ സഫലമായെന്ന് നിയുക്ത മാളികപ്പുറം മേൽശാന്തി MG മനു നമ്പൂതിരി പ്രതികരിച്ചു. 6 വർഷമായി താൻ അപേക്ഷ നൽകുന്നുണ്ട്. 4 തവണ ലിസ്റ്റിലുണ്ടായിരുന്നു. ഇപ്പോഴാണ് നറുക്ക് വീണതെന്നും അദ്ദേഹം പറഞ്ഞു. ഏറെ നാൾക്ക് ശേഷം കാത്തിരുന്ന, അല്ലെങ്കിൽ വർഷങ്ങൾ കാത്തിരുന്ന, ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. അതെ, 6 വർഷമായിട്ട് ഞാൻ അപേക്ഷ അയക്കുന്നുണ്ട്. അപ്പോൾ 6 വർഷവും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രാവശ്യമാണ് പക്ഷേ ദേവി കടാക്ഷിച്ചത്. തീർച്ചയായിട്ടും വളരെ സന്തോഷം, വളരെ സന്തോഷം. നിയോഗം പോലെ ഈ ഒരു ഇപ്പം ഇത് കിട്ടിയിരിക്കുന്നു. അപ്പം ഇനി അയ്യപ്പനോട് പറയാൻ, അല്ലെങ്കിൽ സന്നിധാനത്ത് പോയ അയ്യപ്പൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്തുണ്ടാകുന്ന മനസ്സിലെ ആ സന്തോഷം, അതും ഇവിടെ നിന്നാണ് പോകുന്നത് അല്ലേ? അതെ, ഈ ശാസ്താവിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ 26 വർഷമായിട്ട് ശാന്തി കഴിക്കുന്ന ഈ കൂട്ടിക്കട ശാസ്താ ക്ഷേത്രത്തിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പോകാൻ പറ്റും. അത് മഹാഭാഗ്യം, വളരെ സന്തോഷം. ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ അത് ആദ്യം അറിയുന്നത് അല്ലേ മകനൊപ്പം ഉണ്ടായിരുന്നു കൂടെ? മകനുണ്ടായിരുന്നു. അവൻ എൻ്റെ കൂടെ വരാറുണ്ട്, താല്പര്യമുണ്ട്. അപ്പോൾ അതിന് രാവിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. രാവിലെ വന്നപ്പോൾ തുറന്നെടുപ്പം മുതലുള്ള പ്രാർത്ഥനകൾ ഇത് തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ പൂജ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. ഒരു സുഹൃത്ത് പറഞ്ഞാണ് അറിഞ്ഞത്, ലൈവ് കണ്ടിട്ട് പറഞ്ഞാണ് അറിഞ്ഞത്. സന്തോഷം. കൊച്ചുനാൾ മുതലേ കണ്ടു വളർന്ന ക്ഷേത്രം, ജനിച്ചു വളർന്ന സ്ഥലം, ആ നാട്ടിൽ നിന്നും ആ നാട്ടുകാരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടിയും ഈ ഒരു നിയോഗം കിട്ടിയതിൻ്റെ ഭാഗ്യത്തോടു കൂടി നിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതിനൊരു അഭിമാനം വേറെ ഇല്ലല്ലോ. നമ്മുടെ ജനിച്ച നാട്ടിൽ നിന്ന് തന്നെ ഈ അഭിമാനമായിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം. പേരെന്താ മകളുടെ? പത്മപ്രിയ. സന്തോഷം ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ കിട്ടിയതിൽ നിന്ന് നല്ല കമൻ്റ് ആയിരുന്നു ഇപ്രാവശ്യം അച്ഛന് കിട്ടിയത്. നേരത്തെയൊക്കെ ഈ പ്രാവശ്യം കിട്ടിയപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് കിട്ടും എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു. ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരുന്നു കിട്ടുമെന്നൊക്കെ. അപ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. മോൻ്റെ പേരെന്താ? ഭരത് കൃഷ്ണ. അച്ഛനോടൊപ്പം എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് രാവിലെ വരുന്നത്? രാവിലെ ഒരു 4:45-5 മണി. അപ്പോൾ അമ്മ പറയില്ലേ വേണ്ട ഇനി ഇത്തിരി കിടന്ന് ഉറങ്ങ്, കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്ന് പറയില്ലേ? എപ്പോഴും പറയും. അപ്പോൾ മോനെന്താ പറയാ? ഞാൻ പറയും എനിക്ക് പോകണം, ഞാൻ പോകുന്നു പറഞ്ഞു. മേൽശാന്തിയായി ഇപ്പോൾ ശബരിമലയ്ക്ക് പോവുകയാണ് മാളികപ്പുറം. മകന് സന്തോഷമല്ലേ? മോനും പോവില്ലേ? ഓക്കെ, ഇത് തന്നെയാണ് ഈ കുടുംബത്തിൻ്റെ സന്തോഷം. ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വാക്കുകളില്ല. കാര്യം അവർ ഒരുപാട് അങ്ങ് കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹ സാഫല്യമാണ് ഇപ്പോൾ. അദ്ദേഹത്തിന് അമ്മയുണ്ട്, മനു നമ്പൂതിരിയുടെ അമ്മയുണ്ട്. അമ്മയ്ക്ക് എന്താ തോന്നുക മകൻ്റെ ഈ ഒരു നിയോഗം? മകനെ ഇപ്പം വളരെ സന്തോഷമുണ്ട്.
3-5 പ്രാവശ്യം കൊണ്ട് അവൻ ആഗ്രഹിക്കുന്നതായിരുന്നു കിട്ടാഞ്ഞപ്പോൾ വിഷമമായിരുന്നു, കിട്ടിയപ്പോൾ സന്തോഷമായി. തീർച്ചയായും അതുതന്നെയാണ് ആ കുടുംബത്തിന്റെ ആ സന്തോഷം. അവർ ഒത്തുചേരുന്നത് ഈ ഒരു സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ്. ആ സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത്.